നെന്മണിക്കര മണവാക്കരയിൽ തനിച്ച് താമസിക്കുന്ന വയോധികനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. കൊല്ലപ്പെട്ട പൊലിയേടത്ത് പറമ്പിൽ 89 വയസ്സുള്ള കൃഷ്ണന്റെ മകൻ 52 വയസ്സുള്ള രാധാകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തലയ്ക്കടിയേറ്റാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരുന്നു. കൃഷ്ണന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ബന്ധുക്കളെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ രാധാകൃഷ്ണനോട് ജീവനാംശം നൽകാൻ കോടതി കൃഷ്ണന് അനുകൂലമായി വിധിയുണ്ടായിരുന്നു. ഇതിനുശേഷം സമീപത്ത് താമസിക്കുന്ന രാധാകൃഷ്ണൻ പിതാവുമായി സ്വരച്ചേർച്ചയിലല്ലായിരുന്നു. പിതാവിന്റെ സംസ്കാര ചടങ്ങിലും ഇയാൾ പങ്കെടുക്കാതിരുന്നത് പോലീസിന് സംശയത്തിനിടയാക്കി. എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഇയാളെ പുതുക്കാട് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് കൃഷ്ണനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുറിയുടെ ചുമരിൽ ചാരി കട്ടിലിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടത്. ഇടത് ചെവിയോട് ചേർന്ന് ആഴത്തിലുള്ള മുറിവും വീടിന്റെ 2ാം നിലയിലെ പുറത്തേക്കുള്ള വാതിൽ തുറന്നുകിടന്നതുമാണ് പോലീസിന് കൊലപാതകമാണെന്ന സംശയത്തിലേക്ക് എത്തിയത്.